നെന്മാറ, കുമ്പളക്കോട്, ചെന്നക്കലായ, എടക്കമ്പാടം, എരുക്കഞ്ചേരി വാമല ശ്രീ ധർമ്മശാസ്ത വിഷ്ണു ക്ഷേത്രത്തിൽ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളും നടക്കുന്നു. ശനിയാഴ്ച വൈകിട്ട് നടന്ന ക്ഷേത്ര സമർപ്പണത്തിലും ആചാര്യസഭയിലും ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യ രക്ഷാധികാരി ശശികല ടീച്ചർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത് സംസാരിച്ചു. എന്താണോ നമുക്ക് ചെയ്യേണ്ടുന്ന കടമ അത് ഇവിടുത്തെ ഭക്തർ ചെയ്തു. ഭംഗിയായി ക്ഷേത്രം നിർമ്മിച്ച് പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങളിലേക്ക് നിങ്ങൾ കടക്കണം. ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും എളുപ്പമുള്ള കാര്യം ഏതാന്ന് ചോദിച്ചാൽ അത് നിർമ്മാണവും പ്രതിഷ്ഠയുമാണ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളൊരു പക്ഷേ എന്നെ ഇവിടെ നാട്ടി ഓടിക്കും, കാരണം ഞങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് ഇത് ചെയ്തത്. ടീച്ചർക്ക് ഇത് വല്ലതും പറഞ്ഞു ഒന്ന് കണ്ടുപോയാൽ പോലെ എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷെ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പമായ പണി ഏതാന്ന് ചോദിച്ചാൽ അത് നിർമ്മാണവും പ്രതിഷ്ഠയുമാണ്. കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നടത്തിപ്പ് കൊണ്ടുപോക്കും അതാണ് നമ്മൾ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യേണ്ടുന്ന, ഒരു പക്ഷെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന കാര്യം മിക്കവാറും അതായിരിക്കും. കാരണം ഒരു ക്ഷേത്രം ക്ഷേത്രമായി നിൽക്കണമെങ്കിൽ, ചൈതന്യത്തിൽ മഹാക്ഷേത്രമായി മാറണമെങ്കിൽ ഏറ്റവും വേണ്ടത് അവിടെ ഭക്തജനങ്ങൾ എത്തുക എന്നുള്ളതാണ്. ഭക്തരെത്താൻ എത്ര ചൈതന്യമുള്ള ക്ഷേത്രമാണെങ്കിൽ ഏത് തരത്തിൽ നമ്മൾ പ്രതിഷ്ഠിച്ചതാണെങ്കിലും അവിടെ ഭക്തരെത്തി ആരാധന നടത്തിയില്ലെങ്കിൽ അതിനാ ക്ഷേത്രത്തിന്റെ ഒരു എന്താണോ നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടേണ്ടത് അത് കിട്ടുമോ? മുൻ ക്ഷേത്രം തന്ത്രി കൃഷ്ണയ്യർ പയ്യലൂർ, നിയുക്ത ക്ഷേത്രം തന്ത്രി ചേന്നാസ് ഗിരീശൻ നമ്പൂതിരിപ്പാട്, സ്വാമി കൃഷ്ണാത്മാനന്ദ സരസ്വതി, മഹാമണ്ഡലേശ്വർ പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ്, ഭാഗവതാചാര്യൻ പല്ലാവൂർ മുരളീധരൻ പെരിഞ്ചേരി, മേൽശാന്തി ശ്രീരാം പയ്യന്നൂർ, ക്ഷേത്രം കീഴ്ശാന്തി വെങ്കടാകൃഷ്ണൻ, കൃഷ്ണൻ എമ്പ്രാന്തിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ആചാരാനുഷ്ഠാന ചടങ്ങുകൾ നടക്കുന്നത്. ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമത്തോടെ പരിപാടികൾ തുടങ്ങി. തുടർന്ന് പ്രസാദ പരിഗ്രഹം, ദേവനെ ശ്രീകോവിലിലേക്ക് എഴുന്നള്ളിക്കൽ, പൂജ, പ്രഭാഷണം, ദീപാരാധന എന്നിവ നടന്നു. UTV ന്യൂസ്, പാലക്കാട്.